ഏവർക്കും സ്നേഹവന്ദനം. നമ്മൾ അനിൽകുമാർ അയ്യപ്പൻ്റെയും ശ്രീ രാഹുൽ ഈശ്വറിൻ്റെയും ഡിബേറ്റിൻ്റെ പല ഭാഗങ്ങളും കവർ ചെയ്യുകയുണ്ടായി. സാധാരണഗതിയിൽ അനിൽകുമാർ അയ്യപ്പൻ അന്നെടുത്ത ക്ലാസ്സിനെ കുറിച്ച് ചില മുസ്ലിം സഹോദരങ്ങളൊക്കെ വളരെ മോശമായ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അനിൽകുമാർ അയ്യപ്പൻ തിരുവചനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്, ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് തൻ്റെ വാദങ്ങൾ മുന്നോട്ട് വെച്ചതിന് യാതൊരു സംശയമില്ല. എന്നാൽ എഴുതിയിരുന്ന കരാർ അനുസരിച്ചായിരുന്നില്ല പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതനാണ് രാഹുൽ ഈശ്വർ സംസാരിച്ചത്. അദ്ദേഹം പല കാര്യങ്ങളെ ഒക്കെ പല പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തൊക്കെ പറഞ്ഞെങ്കിലും അവയൊന്നും അല്ല ഒരു നമ്മൾ ന്യായ താർക്കിക വിഷയത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകേണ്ടത്. അപ്പോൾ താർക്കിക ന്യായശാസ്ത്രത്തിൽ അതിൻ്റെ ആയിട്ടുള്ള ചില രൂപങ്ങളുണ്ട്, രീതികളുണ്ട്. ആ രീതികളെ ലംഘിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട രാഹുൽ സംവാദം നടത്തിയതെന്നും പല ആളുകളും അഭിപ്രായപ്പെടുന്നുണ്ട്. ഞാൻ അതിനകത്തൊരു കമൻറ്റ് ഇപ്പോൾ പറയുന്നില്ല. എന്നാൽ ഞാൻ അവർ പറഞ്ഞ വിഷയത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസായെക്കുറിച്ച് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ തോറയിൽ, ആബീമിൽ, കെത്തൂബ്യത്തിൽ, ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് വിളിക്കുന്ന തനാക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും എടുത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ യേശുക്രിസ്തു അല്ല, പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു അല്ല ഈസ എന്നുള്ളത് ഞാൻ ഇതിനോടകം സ്ഥാപിച്ചെങ്കിലും ഒരിക്കലൂടെ ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ യേശു പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ക്രിസ്തീയ വിശ്വാസപ്രകാരം യേശു ക്രിസ്തു ചരിത്രത്തിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു മതഗുരുവല്ല. യേശുവിന്റെ വരവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിക്കപ്പെട്ടിരുന്നു. പഴയ നിയമത്തിലെ നിരവധി ഭാഗങ്ങളിൽ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു രക്ഷകനെ കുറിച്ചും രാജാവിനെ കുറിച്ചും ദൈവത്തിന്റെ അഭിഷിക്തനെ കുറിച്ചും പ്രവചിക്കപ്പെടും. ദൈവത്തിന്റെ അഭിഷിക്തൻ എന്നുള്ള ആ പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മഷിഹ എന്ന് പറഞ്ഞാൽ ദി അനോയിന്റഡ് വൺ, ക്രൈസ്റ്റ്. ഗ്രീക്ക് പദത്തിൽ ക്രൈസ്റ്റ് എന്നും ഹീബ്രു പദത്തിൽ മഷിഹ എന്നും പറയും. അപ്പൊ അതിനെ മിശിഹ എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഖുറാനിൽ മഷിഹയുടെ കൺസെപ്റ്റ് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ പ്രവചനങ്ങൾ യേശു ക്രിസ്തുവിൽ നിറവേറിയതായിട്ട് പുതിയ നിയമം വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ പുതിയ നിയമ എഴുത്തുകാരും അത് വളരെ കൃത്യമായി നമ്മളോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തില് മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം ദൈവം നൽകിയ ആദ്യ വാഗ്ദത്തം തന്നെ ഭാവിയിലെ രക്ഷകനെ സൂചിപ്പിക്കുന്നതായി ക്രിസ്തീയ പണ്ഡിതന്മാരായിട്ട് ഉള്ള എല്ലാവരും വ്യാഖ്യാനിക്കുന്നു. ഇനി ബൈബിൾ വായിക്കുന്ന ആളുകൾ അവർ പാണ്ഡിത്യമില്ലാത്തവരാണെങ്കിൽ പോലും ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുന്നെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്രിസ്തീയ ദൈവശാസ്ത്രം ഈ വാക്യത്തെ യേശു ക്രിസ്തുവിലൂടെ സാത്താന്റെ ശക്തികളുടെ മേലുള്ള അന്തിമ വിജയത്തിന്റെ പ്രവചനമായിട്ടാണ് കാണുന്നത്. അബ്രഹാമിനോട് നൽകിയ വാഗ്ദത്തങ്ങളിലും മശിഹായുടെ വരവിന്റെ സൂചനകൾ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ ഭൂമിയിലെ സകല ജാതികളും അബ്രഹാമിന്റെ സന്തതിയിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം പ്രഖ്യാപിക്കുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തമായ ഒരു അരുളപ്പാടാണ്. അപ്പൊ പുതിയ നിയമത്തിലെ എഴുത്തുകാർ ഈ വാഗ്ദാനം യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് വളരെ മനോഹരമായിട്ട് വിശദീകരിച്ചിരിക്കുന്നു. കാര്യകാരണ സഹിതം അവർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ദാവീദ് രാജാവിനോട് ദൈവം നൽകിയ ഉടമ്പടി യേശുവിന്റെ മശിഹാത്വവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദാവീദിന്റെ സിംഹാസനത്തിൽ എന്നേക്കും വാഴുന്ന ഒരു രാജാവിനെ കുറിച്ചുള്ള വാഗ്ദാനം പുതിയ നിയമത്തിൽ കാണപ്പെടുന്നത് എവിടുന്ന് എടുത്തിരിക്കുന്ന പഴയ നിയമത്തിൽ ഉള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം പുതിയ നിയമത്തിൽ പൂർത്തീകരിച്ചായിട്ട് കാണും. അപ്പോൾ പുതിയ നിയമത്തിൽ യേശു ദാവീദിന്റെ പുത്രൻ എന്ന വിശേഷത്തോടെ പലവട്ടം വിളിക്കപ്പെടുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. അത് രാഹുൽ ഈശ്വർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ രാഹുൽ ഈശ്വർ അവിടെ ഈ ഒരു തെറ്റായിട്ടുള്ള കാര്യം ഒന്നാണ്, രണ്ടുപേരും ഒന്നാണ്, ഒരാളാണ് എന്ന് പറയുകയില്ലായിരുന്നു. അപ്പോൾ പ്രവാചകനായ യെശയ്യാവ് വരാനിരിക്കുന്ന മശിഹായെ കുറിച്ച് നൽകിയ പ്രവചനങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിൽ പ്രത്യേക സ്ഥാനമുണ്ടെന്നുള്ളത് മറന്നുപോയത്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പെരിഫറലായിട്ടുള്ള കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ കാട്ടിക്കൂട്ടലുകളോ അല്ല. അതിനകത്തൊരു ദൈവശാസ്ത്രപരമായിട്ടുള്ള ഉൾക്കാമ്പുള്ളതാണ്. അതിനെ ആർക്കും തച്ചുടയ്ക്കാൻ കഴിയുകയില്ല. അത്രമാത്രം സ്ട്രോങ് ആണ് ബിബ്ലിക്കൽ തിയോളജി എന്ന് പറയുന്നത്. ആർക്കും ഒരു കാരണവശാലും അത് എങ്ങനെയെങ്കിലും നശിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്ത് അത് ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ കന്യക ഒരു പുത്രനെ പ്രസവിക്കുമെന്നും അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണമെന്നും ഒക്കെ പ്രവചിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോടുകൂടെ എന്നാണ്. ഇമ്മാനുവേൽ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോടുകൂടെ. നമ്മുടെ ഏത് അവസ്ഥയിലും നമ്മുടെ ഏറ്റവും വലിയ അവസ്ഥ എന്താണ്? നമ്മളെല്ലാവരും പാപച്ചെട്ടിൽ കിടക്കുന്നു എന്നുള്ളതാണ്.
ആ പാപച്ചേറ്റിന്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് ആ പാപച്ചേറ്റിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ തക്കവണ്ണം, പാപത്തിന്റെ ശമ്പളമായിട്ടുള്ള നിത്യമരണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ തക്കവണ്ണം വരുന്ന രക്ഷിതാവിനെ കുറിച്ചാണ് ഇമ്മാനുവേൽ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഈ പ്രവചനം യേശുവിന്റെ ജനനത്തിൽ നിറവേറിയതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായല്ലേ? അപ്പൊ യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. അതുപോലെ യെശയ്യാ പ്രവചനം 53 അധ്യായം കഷ്ടപ്പെടുന്ന ദാസനെ കുറിച്ചുള്ള ഒരു സുപ്രധാന പ്രവചനമാണ്. മനുഷ്യരുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുകയും അവരുടെ പാപഭാരം വഹിക്കുകയും ചെയ്യുന്ന ഒരു മശിഹായെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ചാണ് ഈ ഭാഗം അവതരിപ്പിക്കുന്നത്. ഇപ്പൊ ക്രിസ്തീയ ദൈവശാസ്ത്രം ഇതിനെ യേശുവിന്റെ പ്രായശ്ചിത്ത മരണത്തിന്റെ പ്രവചനമായിട്ട് കൃത്യമായിട്ട് വെളിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുകയാണ്. ഈ പ്രവചനങ്ങൾ യേശുവിനെ ഒരു ചരിത്ര വ്യക്തിയായി മാത്രമല്ല, ദൈവത്തിന്റെ നിത്യപദ്ധതിയിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട മശിഹയായിട്ടും കൂടെ അവതരിപ്പിക്കുന്നു. നമുക്ക് 22-ാം സങ്കീർത്തനം വായിച്ചാൽ തന്നെ അറിയാം, അത് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് ജാനം ചെയ്യുന്നതിന് 1040 വർഷം മുമ്പ് ദാവീദ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനകത്തും മശിഹയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു. അതിനാൽ ബൈബിളിലെ യേശുവിന്റെ വ്യക്തിത്വം മനസ്സിലാക്കുമ്പോൾ പഴയ നിയമ പ്രവചനങ്ങളുടെ പശ്ചാത്തലം വളരെ കൃത്യത ആവശ്യമായിട്ടുള്ളതാണ്. കൃത്യമായി അത് അനിവാര്യമാണ്. യേശുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും എന്താണെന്നുള്ളതും കൂടെ നമ്മൾ പഠിക്കണം. യേശുവിന്റെ നാമങ്ങൾ, പേരുകൾ, അതേപോലെ യേശുവിന് വിശേഷിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ബൈബിളിൽ യേശുവിന് നിരവധി നാമങ്ങളും വിശേഷണങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. ഈ നാമങ്ങൾ വെറും തിരിച്ചറിയൽ ചിഹ്നങ്ങൾ മാത്രമല്ല, മറിച്ച് യേശുവിന്റെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും വെളിപ്പെടുത്തുന്ന ദൈവശാസ്ത്രപരമായ പ്രഖ്യാപനങ്ങളാണ്. മശിഹ എന്നുള്ളതിന് നമുക്ക്, ഞാൻ പറഞ്ഞ ഒരു സാമ്യം ഖുറാനിൽ യേശുവിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഉണ്ടെന്നുള്ളത്. അപ്പൊ ആ മശിഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം വിപുലമായ രീതിയിൽ പിന്നീട് പറയാമെങ്കിലും അത് ദി അനോയിന്റഡ് വൺ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് അനോയിന്റഡ്? ഈസ ഒരു കേവലം പ്രവാചകനായിട്ട് മാത്രം ഇരിക്കുന്നതിന് എന്തിനാണ് ഒരു പ്രത്യേക അഭിഷേകം? കാരണം മറ്റുള്ള പ്രവാചകന്മാർക്കൊന്നും ആ തരത്തിലുള്ള വിശേഷണങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, ഈശയ്ക്ക് വേണ്ടി മാത്രം. അപ്പൊ അവിടെയാണ് അന്തരം കിടക്കുന്നത്. യേശു എന്ന പേര് അടുത്തതായിട്ട് നമ്മൾ നോക്കിയാൽ, ഞാൻ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. ഇതുവരെ കേൾക്കാത്തവർ ദയവുണ്ടായിട്ട് ആ ക്ലാസ്സുകളൊന്ന് കേൾക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈസ എന്നുള്ള വാക്കിന്റെ അർത്ഥവും യേശു എന്ന വാക്കിന്റെ അർത്ഥവും. യേശു എന്ന പേര് ഹീബ്രു ഭാഷയിലെ യഹോഷുവ എന്ന പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. യഹോവ രക്ഷിക്കുന്നു, രക്ഷിക്കുന്നവനായ യഹോവ. അപ്പൊ കർത്താവാണ് അവിടുത്തെ രക്ഷ എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ യോസഫിനോട് വന്നിട്ട് വളരെ കൃത്യമായിട്ട് പറയുകയാണ് ജനിക്കാനിരിക്കുന്ന യേശുവിനെ കുറിച്ച്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും, അതുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടുക. അപ്പൊ ആ പേര് പോലും സ്വർഗീയമായിട്ടുള്ള പേര്, സ്വർഗീയ മലക്കുകൾ പറഞ്ഞു കൊടുത്ത പേരാണ്. എന്നാൽ ഖുറാനില് അങ്ങനെയൊന്നും തന്നെ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഖുറാനിലെ ഈസായെ വെച്ചുകൊണ്ട് ബൈബിളിലെ യേശുവിനെ നമുക്ക് പഠിക്കാൻ കഴിയില്ല. നിങ്ങൾ ഖുറാനിലെ കൺസെപ്റ്റ് ഉണ്ട്, ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ നേരെ വിശുദ്ധ ബൈബിളിലേക്ക് വരണം. ആ ബൈബിൾ നിങ്ങളൊന്ന് വായിക്കാൻ മനസ്സ് കാണിക്കണം. കാരണം മുൻവേദക്കാരോട് ചോദിക്കാനായിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇന്ന് മുൻവേദം നമ്മുടെ കൈകളിൽ എത്താൻ വളരെ സാധ്യതയുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിലേക്ക് പോയി കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അതൊന്ന് വായിക്കണം. മറ്റുള്ളവർ നിങ്ങളെ തടസ്സപ്പെടുത്താൻ ഒന്നും വരികയില്ലല്ലോ. അതുകൊണ്ടൊന്ന് വായിച്ചു നോക്കുക സത്യമാണോ ഇല്ലയോ എന്നുള്ളത്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് വളരെ കൃത്യമായിട്ട് പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ഈ യേശുവിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ പേര് തന്നെ യേശുവിൻ്റെ രക്ഷാ ദൗത്യത്തെ വളരെ കൃത്യമായി വെളിപ്പെടുത്തുന്നതാണ്. അപ്പൊ ക്രിസ്തു എന്ന വിശേഷണം, അതാണ് മെശിഹ. ഗ്രീക്ക് ഭാഷയിലെ ക്രിസ്തോസ് എന്ന പദത്തിൽ നിന്നാണ് വന്നത്. അതിന്റെ അർത്ഥമാകട്ടെ അഭിഷിക്തൻ എന്നാണ്. അപ്പൊ ഹീബ്രു ഭാഷയിലെ മശിഹ എന്ന പദത്തിന് തുല്യമായിട്ടുള്ള പദമാണിത്. ഇതിനാൽ യേശു ക്രിസ്തു എന്നത് അഭിഷിക്തനായ രക്ഷകൻ എന്ന ആശയം ഇവിടെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. പുതിയ നിയമത്തിൽ യേശുവിനെ മനുഷ്യപുത്രൻ എന്ന് പലവട്ടം വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ വിശേഷണം യേശു സ്വയം ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് മറന്നുപോകരുത്. അപ്പോൾ പലപ്പോഴും പല വിമർശകരും, പെരുമ്പാവൂരുകാരനായിരിക്കുന്ന സഹോദരനും അതുപോലെ നമ്മുടെ ജനാബ് MM അക്ബർ സാഹിബും ഒക്കെ ആ ഒരു പദമാണ് പറയാനുള്ളത്. യേശു സ്വയമേ പറഞ്ഞത് മനുഷ്യപുത്രൻ എന്നാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് മറ്റൊരു ഭാഗത്ത് ഞാൻ കൃത്യമായി കുറച്ചുകൂടെ വിശദമായി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ
മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നതോടൊപ്പം ദാനിയേൽ പ്രവാചകന്റെ ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മഹത്വമുള്ള അന്ത്യകാല ഭരണാധികാരിയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ മനുഷ്യപുത്രൻ എന്നുള്ള പദം. മനസ്സിലായോ? ഇതിന്റെ കുറച്ചും കൂടി വിശദീകരണം നമുക്ക് ആവശ്യമാണ്, അത് പിന്നീട് തരാം. അപ്പം യേശുവിനെ ദൈവപുത്രൻ എന്നും വിശുദ്ധ ബൈബിളില് വളരെ കൃത്യമായിട്ട് പറയും. അപ്പൊ പുതിയ നിയമത്തിലെ പ്രധാന ക്രിസ്തീയ ഉപദേശങ്ങളിൽ ഒന്നാണ് യേശു ദൈവപുത്രനാണ്. ഈ വിശേഷണം യേശുവിന്റെ ദൈവിക ബന്ധത്തെയും അതുല്യ സ്ഥാനത്തെയും സൂചിപ്പിക്കുന്നു. ക്രിസ്തീയ ദൈവശാസ്ത്രം ഇതിനെ ജീവശാസ്ത്രപരമായ അർത്ഥത്തിലല്ല, മറിച്ച് ദൈവിക സ്വഭാവത്തിലും അധികാരത്തിലും പങ്കുചേരുന്നവൻ എന്ന അർത്ഥത്തിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ പുത്രനായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, അത് യഹോവയാം ദൈവത്തിൽ അന്തർലീനമായിരിക്കുന്നവൻ ജഡമെടുത്ത് വന്നതിനെ കുറിച്ച് പറയുന്നതാണ്. അത് പുരുഷനും സ്ത്രീയും കൂടെ സംയോജിച്ചിട്ടുണ്ടായതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാലാണ് യേശുവിന്റെ മാതാവായിരിക്കുന്ന കന്യക മറിയ ഗർഭം ധരിച്ചത് എന്ന് നമ്മൾ വായിക്കും. ആത്മാവായ ദൈവത്തിൽ നിന്ന് ആത്മാവായിരുന്നവൻ ജഡം ധരിച്ചു വന്നതാണ് ഈ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ട യേശു. യേശുവിനെ കർത്താവ്, രക്ഷകൻ, ദൈവത്തിന്റെ കുഞ്ഞാട്, ജീവന്റെ അപ്പം, ലോകത്തിന്റെ വെളിച്ചം, നല്ല ഇടയൻ, പുനരുത്ഥാനവും ജീവനും എന്നീ വിശേഷണങ്ങളാലും പുതിയ നിയമം വളരെ കൃത്യമായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ഓരോ പേരും യേശുവിന്റെ ദൗത്യത്തിന്റെ വ്യത്യസ്ത വശങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്. ഈ നാമങ്ങളും വിശേഷണങ്ങളും പരിശോധിക്കുമ്പോൾ ബൈബിളിലെ യേശു ഒരു പ്രവാചകനോ അധ്യാപകനോ മാത്രമല്ലെന്നും ഒരു നല്ല ഗുരു മാത്രമല്ല, മറിച്ച് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ കേന്ദ്ര വ്യക്തിയാണെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ പോകുന്നിടം വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.